ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ആഗസ്റ്റ് 22-ന് ടിമോ ടൈജന്തോ സംവിധാനത്തിൽ തിയേറ്ററിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ചിത്രമാണ് നോബഡി 2. നോബഡി ഫസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു മസ്റ്റ് വാച്ചബിൾ സിനിമയാണ്, ചെന്ന് കണ്ടിട്ട് വരിക. കിഡിൽ ഹെവി ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു സിനിമയാണ് നോബഡി എന്നുള്ള ചിത്രം. അപ്പോൾ നോബഡി 2 എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോബഡി 2 കൊള്ളാം, സിനിമ അടിപൊളി തന്നെയാണ്. പക്ഷേ ആദ്യ ഭാഗത്തിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ എത്തിയിട്ടില്ല, ആദ്യ ഭാഗത്തിൻ്റെ അവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, രണ്ടാം ഭാഗത്തിൽ ടിമോ ടൈജൻഡോ എന്ന് പറഞ്ഞ സംവിധായകൻ ആരെന്നറിയാൻ വേണ്ടി നമ്മുടെ ഇന്തോനേഷ്യ ഡയറക്ടറാണ്. ഇത് ഏതൊക്കെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ദി നൈറ്റ് കംസ് ഫോർ അസ് എന്നുള്ള സിനിമയും, പിന്നെ ഷാഡോ സ്ട്രേസ്, പിന്നെ നമ്മുടെ ഹെഡ് ഷോട്ട് എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ആക്ഷൻ സീക്വൻസ് കിട്ടും. അതേപോലെ കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ ഒരു കഥയെന്ന് പറയുന്നത്, നമ്മുടെ നായകൻ ഹഡ്ജ് അസാസിൻ്റെ പണി കാരണത്താൽ അവർക്ക് ഫാമിലിയായിട്ട് ചിലവഴിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഫാമിലിയായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്ലാൻ ചെയ്യുകയാണ്. ഈ പില്ലർ വില്ല എന്ന് പറയുന്ന ഒരു സ്പോർട്സ് അഡ്വഞ്ചർ സ്ഥലം കണ്ടുപിടിക്കുകയും തൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ഹോളിഡേ അവിടെ ചിലവഴിക്കാൻ പോയപ്പോൾ അവിടെ വേറൊരു ഇൻസിഡൻ്റ് ഉണ്ടാവുകയാണ്. ആ ഇൻസിഡൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയും ചുറ്റിപ്പറ്റുന്ന ഒരു വള്ളി കേസാണ്. ആ വള്ളിയിൽ നിന്നൊക്കെ ഇദ്ദേഹം എങ്ങനെ ഊരിയെടുക്കും എന്നുള്ള കഥയൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. എന്തായാലും എപ്പോഴും അസാസിൻ പണിയും ഫാമിലിയായിട്ട് ഹോളിഡേ പോയാന്ന് വെച്ചാലും അവിടെയും വള്ളി പിടിച്ചുകൊണ്ടൊരു എന്തൊരു യോഗം എന്താ മനുഷ്യൻ്റെത്. ഇതാണ് അടിച്ചുപൊളി സിനിമയെന്ന് പറയുന്നത്. അടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞാൽ പൊളിച്ചിരിക്കും. അതിനുള്ള അർത്ഥം ഈ സിനിമയിൽ നല്ല സൂട്ടായിട്ടുണ്ട്. കാരണം ഒരു അമേസ്മെൻറ്റ് പാർക്കിൽ അടി കിടക്കുന്നുണ്ട്. അത് ശരിക്കും അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ അർത്ഥം ഇവിടെയാണ് അത് പ്രവർത്തിക്കുന്നത്. അത് കാണണം. ആക്ഷൻ സീക്വൻസൊക്കെ വേറെ ലെവലാണ്. ഒരു നിരാശ വന്നില്ല. കോമഡി അത്യാവശ്യത്തിനുണ്ട്. ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെങ്കിൽ പോലും നമ്മുടെ ആദ്യ ഭാഗം ഒരു കണ്ണ് വയ്ക്കുമല്ലോ, ആദ്യ ഭാഗത്തിൻ്റെ അത്ര എത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സിനിമ ഇഷ്ടപ്പെട്ടു. കിട്ടുള്ള സിനിമ തന്നെ 1.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ലളിത ആക്ഷൻ സീക്വൻസ് ഉള്ള സിനിമയാണ് നോബഡി 2. എല്ലാ ക്യാരക്ടേഴ്സും പക്കയായിരുന്നു. ആ വൺ മാൻ ഷോ അടിക്കുന്ന എല്ലാവരും ഉണ്ട്. അവർക്ക് മികച്ച ക്യാരക്ടേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കഥാപാത്രങ്ങൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പം നോബഡി നല്ലൊരു ഹോളിഡേ അടിപ്പടം തന്നെ പറയേണ്ടിയിരിക്കുന്നു. സത്യം പറയുന്നത് ഓണത്തിന് മുമ്പേ റിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കന്ന് തിരക്കായിരുന്നു. തിയേറ്ററിൽ ചെന്നാണ് സിനിമ കണ്ടത്. പക്ഷേ ഇനി തിയേറ്ററിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ലോക അങ്ങനത്തെ സിനിമകളെല്ലാം കിടന്ന് ഓടുന്നുണ്ട്. അപ്പം മാക്സിമം ഇനി തിയേറ്ററിൽ ഈ കേരളത്തിൽ കാണത്തില്ല. മിക്കവാറും OTT എത്തുമ്പോൾ കാണുന്നതിന് നല്ലത്. എന്നിട്ട് അപ്പം അവിടെ വെച്ച് OTT ഇറങ്ങുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.